So hi guys, എല്ലാവർക്കും റെക്ടാങ്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ND ഫിൽറ്റർ എന്നും അതുപോലെ തന്നെ എന്തിനാണ് ND ഫിൽറ്റർ എന്നും ആർക്കൊക്കെയാണ് ND ഫിൽറ്റർ ആവശ്യം വരുന്നത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു കിടിലൻ ND ഫിൽറ്ററിന്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കപ്പോൾ എന്താണ് ND ഫിൽറ്റർ എന്ന് പറഞ്ഞു തുടങ്ങാം. ND ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിനുള്ള ഒരു സൺഗ്ലാസ് ആണ് ND ഫിൽറ്റർ. അതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിനെ കറക്റ്റ്ലി എക്സ്പോസ് ചെയ്യാറ്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ISO, അപ്പർച്ചർ അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ്, അതായത് എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയും, അത് വെച്ചാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ മുകളിൽ വരുന്ന കാർഡിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കും. നിങ്ങളൊരു ലോങ് എക്സ്പോഷർ ഫോട്ടോ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഷട്ടർ സ്പീഡ് കൂട്ടിയിടാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ചിടുമ്പോൾ നമ്മുടെ ലെൻസിലോട്ട് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ടും കൂടും. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് പറ്റുന്നത് ഒന്നുപോലെ നമുക്ക് നമ്മുടെ ISO കുറച്ചിട്ട് നമുക്ക് ലൈറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ISO 100 ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ISO 100-ന് താഴെ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് നമ്മുടെ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് അപ്പർച്ചർ നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്രൈം ലെൻസ് ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് അപ്പർച്ചർ എന്ന് പറയുന്നത് 1.8 ആണ്. അപ്പോൾ ആ ഒരു 1.8 ഇട്ടാലാണ് നമുക്ക് ആ ഒരു ബാക്ക് ബ്ലർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പർച്ചർ കൂട്ടിയിട്ടുകൊണ്ട് നമ്മുടെ ലെൻസിലോട്ട് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 3 ഫാക്ടറികളല്ലാണ്ട് നമുക്കിനി ലൈറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ND ഫിൽറ്റർ നമ്മൾ നമ്മുടെ ലെൻസിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ND ഫിൽറ്ററിൽ നമുക്ക് F സ്റ്റോപ്പ് പോലെ തന്നെ കുറച്ച് സ്റ്റോപ്പുകൾ അവൈലബിൾ ആയിരിക്കും. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. നമ്മളൊരു വീഡിയോ സെക്ഷനിലോട്ട് വരാൻ നിൽക്കും. നിങ്ങളൊരു ഫിലിം മേക്കർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഷട്ടർ സ്പീഡിൻ്റെ റൂളാണ്. ആ ഒരു കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര FPS-ലാണ് ഷൂട്ട് ചെയ്യുന്നത് അതിന് ഡബിൾ ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. അതായത് ഇപ്പോൾ നമ്മൾ 24 FPS വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടർ സ്പീഡ് 50 ആയിരിക്കണം. നമ്മളൊരു 60 FPS-ലാണ് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടർ സ്പീഡ് 120 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ISO മിനിമത്തിലിട്ടു. പിന്നെ നമുക്ക് വരുന്നത് അപ്പർച്ചർ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാമെന്നാണ്. പക്ഷേ നമുക്കൊരു സിനിമാറ്റിക് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബാക്ക് ബ്ലർ, അതായത് ആ ഡെപ്ത് ഓഫ് ഫീൽഡാണ് നമ്മുടെ സിനിമാറ്റിക് വീഡിയോയ്ക്ക് ആ ഒരു ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 ഫാക്ടറുകൾ നമ്മൾ അതുപോലെ ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ND ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോയുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ND ഫിൽറ്ററിൻ്റെ മെയിൻ യൂസ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ നമുക്ക് ND ഫിൽറ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാൻ എൻ്റെ ക്യാമറയിലെ ഒരു സെറ്റിങ്സ് പോലും മാറ്റാതെ ND ഫിൽറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിനെ നമ്മൾ കറക്റ്റ്ലി എക്സ്പോസ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ND ഫിൽറ്റർ എന്താണെന്നും ND ഫിൽറ്റർ എന്തിനാണെന്നും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഫിൽറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ND ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. ND ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റോപ്പിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ND ഫിൽറ്റർ നമ്മുടെ ലെൻസിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ND ഫിൽറ്ററിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനായിട്ട് പറ്റില്ല. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സിലായിരിക്കും ആ ND ഫിൽറ്റർ വരുന്നത്. ഇനി നമുക്ക് ഡാർക്ക് ആക്കണമെങ്കിലും ബ്രൈറ്റ് ആക്കണമെങ്കിലും നമ്മൾ ആ ND ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് വേറെ ND ഫിൽറ്റർ അറ്റാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് വേരിയബിൾ ND ഫിൽറ്ററാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വേരിയബിൾ ND ഫിൽറ്റർ എന്ന് പറഞ്ഞ സംഭവമാണ്. വേരിയബിൾ ND ഫിൽറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ വേരിയബിൾ ND ഫിൽറ്റർ നമ്മുടെ ലെൻസിന് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിളിലെ സംഭവങ്ങളല്ലാതെ നമുക്ക് ND ഫിൽറ്ററിൽ തന്നെ കുറച്ച് സ്റ്റോപ്സ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ND ഫിൽറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് വേരിയബിൾ ND ഫിൽറ്റർ. ഇനി നമുക്ക് വരുന്നത് പോളറൈസിങ് ഫിൽറ്ററാണ്. പോളറൈസിങ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ND ഫിൽറ്ററിൻ്റെ യൂസ് ഉണ്ടായിരിക്കും. പ്ലസ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസിൽ നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ സ്കൈ ഉണ്ടെങ്കിൽ സ്കൈയിലത്തെ ആ ബ്ലൂ കളറൊക്കെ ഒന്നും കൂടി നല്ല അടിപൊളി ബ്ലൂ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോയിൽ റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ റിഫ്ലക്ഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് പോളറൈസിങ് ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നിങ്ങളൊരു ഓട്ടോമേറ്റീവ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫർ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് പോളറൈസിങ് ഫിൽറ്റർ നിങ്ങൾക്ക് യൂസ് വരും. ഇനി നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ND ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ആമസോൺ ബേസിക് ND ഫിൽറ്ററൊക്കെ നമുക്കൊരു 599 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് വാരിയബിൾ ND ഫിൽറ്റർ ആണ്. വാരിയബിൾ ND ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് JJC എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു 1300 രൂപ പ്രൈസ് വരുന്ന ഒരു അടിപൊളി ND ഫിൽറ്ററാണ്. പിന്നെ നമുക്ക് വരുന്നത് പോളറൈസിങ് ND ഫിൽറ്ററാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ എക്സ്പെൻസീവ് ആവേണ്ട റീസൺ നമുക്കറിയാലോ, നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മളൊരു പ്രീമിയം പ്രൈസിങ് കൊടുക്കുന്നു. ആ ഒരു ഫാക്ടറാണ്. നമുക്ക് നല്ല ക്വാളിറ്റി പോളറൈസിങ് ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈസിങ്ങും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളൊരു ND ഫിൽറ്റർ മേടിക്കുമ്പോൾ നിങ്ങളുടെ യൂസും അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളൊരു നല്ല ND ഫിൽറ്റർ മേടിക്കാനായിട്ട്. ND ഫിൽറ്റർ മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ലെൻസിനാണോ നിങ്ങൾ ND ഫിൽറ്റർ മേടിക്കുന്നത്, നിങ്ങളുടെ ലെൻസിൻ്റെ ഫിൽറ്റർ ത്രെഡ് നിങ്ങൾ നോക്കണം. ആ ത്രെഡ് സൈസ് വരുന്ന സെയിം ND ഫിൽറ്റർ വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നാലാണ് അത് കറക്റ്റായിട്ട് നമ്മുടെ ലെൻസിൽ സ്യൂട്ട് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ND ഫിൽറ്ററിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് JJC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിജിറ്റൽ ഫിൽറ്ററാണ്. നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇത് ഒരു ജസ്റ്റ് ഒരു ND ഫിൽറ്റർ അല്ല, നമുക്കിതൊരു വാരിയബിൾ ND ഫിൽറ്ററാണ് വരുന്നത്. നമുക്കിതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1300 രൂപയാണ് വരുന്നത്. നമ്മൾ ബോക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്, അതായത് ഡബിൾ സൈഡ് കോട്ടിംഗ് ഉള്ളൊരു ND ഫിൽറ്ററാണ്. അതുപോലെ തന്നെ ഇതിന് ND സ്റ്റോപ്പ് എന്ന് പറയുന്നത് ND2 തൊട്ട് ND400 വരെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു ആൻറ്റി സ്റ്റാറ്റിക് കോട്ടിംഗ് ഉണ്ട്. ജപ്പാനിക് ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അലുമിനിയം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 7mm തിക്കാണ്. അതുപോലെ തന്നെ നമുക്കിതും ഒരു ആൻറ്റി സ്ക്രാച്ച് കോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിംഗും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ്. ഞാനത് ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിത് മേടിച്ചത് തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തെ ഒരു അടിപൊളി കേസിങ്ങിലാണ് നമുക്ക് നമ്മുടെ ND ഫിൽറ്റർ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ക്ലിപ്പ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ND ഫിൽറ്റർ ഇതിനകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു കേസിങ്ങിലാണ് നമുക്ക് നമ്മുടെ ND ഫിൽറ്റർ വരുന്നത്. നമുക്ക് ട്രാവലിംഗ് പർപ്പസിനൊക്കെ ആണെന്ന് വെച്ചാൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതുപോലെ ഇതാണ് നമ്മുടെ ND ഫിൽറ്റർ. ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് JJC, അതുപോലെ തന്നെ MC വാരിയബിൾ ND സ്റ്റോപ്പ് എന്ന് പറയുന്നത് ND2 to 400 ആണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് 52mm എന്നാണ്. അപ്പോൾ 52mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിൻ്റെ ത്രെഡാണത് 52mm. ഞാൻ ഈ ND ഫിൽറ്റർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ സിഗ്മ 30mm 1.4 എന്ന് പറയുന്ന ലെൻസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ലെൻസിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ബ്രാൻഡിങ് ഇതുമായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക മിനിമം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റേ എൻഡിൽ നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഡോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡോട്ടിലേക്കാണ് നമ്മുടെ ND ഫിൽറ്റർ സ്റ്റോപ്പുകൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മിനിമം എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതായത് നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് ലൈറ്റ് നമുക്ക് ഇതിനുള്ളിലൂടെ ഇപ്പോൾ കിടക്കും. നമ്മളിതിങ്ങനെ ഓരോ സ്റ്റോപ്പ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും തോറും നമ്മുടെ ND ഫിൽറ്റർ ഡാർക്കായി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ND ഫിൽറ്ററിൻ്റെ യൂസ്. നിങ്ങൾ നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് വളരെ നല്ലൊരു ക്വാളിറ്റി ഗ്ലാസ് ആണ് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മളിതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1300 രൂപയാണ് വരുന്നത്. നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ND ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രീമിയം പ്രൊഡക്റ്റിന് നമ്മൾ പ്രീമിയം പ്രൈസിങ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ND ഫിൽറ്ററാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.